അലക്ഷ്യ കണ്ണുകൾ വെട്ടി തുറന്നു. കഴിഞ്ഞ കാലത്തിൻ്റെ ബാക്കി പത്രമെന്നോണം ഉരുണ്ടുകൂടിയ കണ്ണുനീർ ഇരു കവിളുകളെയും നനച്ചുകൊണ്ട് ചാലിട്ടൊഴുകി. അവൾക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും തനിക്ക് മുന്നിലൂടെ തെറിച്ചു പോകുന്ന നോലിൻ്റെ മുഖം ഓർമ്മയുണ്ട്. പക്ഷെ പിന്നീട് എന്താണുണ്ടായത്? ഇപ്പോൾ അവൻ എവിടെയാണ്? എങ്ങനെയുണ്ട്? ഒന്നും അവൾക്കറിയില്ല. നെഞ്ചു വിങ്ങി പൊട്ടുന്നുണ്ട്. അലക്ഷ്യ വീണ്ടും കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിക്കിടന്നു. കുറച്ചു ദൂരം കൂടി കടന്നപ്പോഴേക്കും ആ കാർ അവളുടെ വീട് പടിക്കലെത്തിയിരുന്നു. മുന്നിലത്തെ ഡോറ് തുറന്ന് അലൂഷ്യസ് ഇറങ്ങി. ഒപ്പം പുറകിലെ ഡോറ് അവൾക്കായി അദ്ദേഹം തുറന്നു കൊടുത്തു. നാൾക്ക് ശേഷം വീണ്ടും തൻ്റെ വീട് കണ്ടു. അവളുടെ കണ്ണുകൾ ചുറ്റുമൊന്ന് ഓടി നടന്നു. മാറ്റമൊന്നും തോന്നുന്നില്ല. കുറച്ചുകൂടി പഴകിയതുപോലെ. ഉള്ളിലേക്ക് കടക്കുമ്പോഴും മനസ്സിൽ അവൻ മാത്രമേ ഉള്ളൂ. മറ്റാരെ കാണുന്നതിനേക്കാളുമേറെ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം നോലിൻ്റെ മാത്രമായിരുന്നു. അവനെന്നും അവൾക്ക് പ്രിയപ്പെട്ടവനല്ലേ? ഹാളിൽ തന്നെ അലക്ഷ്യയുടെ അമ്മ നിൽപ്പുണ്ടായിരുന്നു. മകളെ കണ്ട സന്തോഷത്തിൽ അവരും ചിരിച്ചു കരഞ്ഞു. ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ തിരിച്ചു കിട്ടുമെന്ന്. കർത്താവിനോട് അവർ1000 വട്ടം നന്ദി ഓതി. അന്നേ ദിവസം അങ്ങനെ കടന്നു. മകളെ തൊട്ടു തലോടിയും ആ മാതാപിതാക്കൾ ഇരുന്നു. അവൾക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കിക്കൊടുത്തും കൃത്യസമയത്ത് മരുന്ന് കൊടുത്തും പരിപാലിച്ചു. എന്നാൽ അലക്ഷ്യ ഇവിടെ എങ്ങും ആയിരുന്നില്ല. ബാറ്ററി ഇട്ടാൽ ചലിക്കുന്നൊരു പാവ കണക്കി അവളിരുന്നു. കൊടുക്കുമ്പോഴും അലക്ഷ്യ നോയലിനൊപ്പമുള്ള നിമിഷങ്ങളിലേക്ക് ചേക്കേറി. അവളുടെ ലോകത്തിപ്പോൾ താനും തൻ്റെ പ്രിയപ്പെട്ടവനും മാത്രമേ ഉള്ളൂ. അവിടെ അവൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട്, പാറി നടക്കുന്നുണ്ട്, കുശുമ്പ് കാട്ടുന്നുണ്ട്. ഒക്കെ അവനൊപ്പം മാത്രം. വീട്ടിലേക്ക് വന്നിട്ട് ഒരാഴ്ച കടന്നുപോയി. ദിനം പ്രതി അവളെ കൂടുതൽ വിരളമായി കണ്ടു തുടങ്ങി. ശാരീരികപരമായി അലക്ഷ്യ പെർഫെക്റ്റ് ആണ്. വേദന മുഴുവൻ മനസ്സിനാണ്. മാനസികമായി അവൾ ഒരുപാട് തളർന്നു. ദിവസങ്ങൾ എത്രയായിട്ടും തന്നെ കാണാൻ അവൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവൾക്ക് തെറ്റി. അവളുടെ പട്ടിക പിഴച്ചു. അലക്ഷ്യ അവളുടെ മുറിയിൽ ഒതുങ്ങിക്കൂടി. മച്ചിൻ്റെ മുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അവളുടെ കുഞ്ഞു ഫോണ് വീണ്ടും തിരഞ്ഞു കണ്ടുപിടിച്ചെടുത്തു. മുൻപ് തമ്മിലയച്ച മെസ്സേജുകൾ ഓപ്പൺ ചെയ്ത് വീണ്ടും വായിച്ച് ആനന്ദം കണ്ടെത്തി. ഇംഗ്ലീഷ് പുസ്തകത്തിൽ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച് അവൻ്റെ കുഞ്ഞു ഫോട്ടോയിൽ ചുംബനങ്ങൾ ഏറെ നൽകി. അകലെ നിന്ന് അവളെ നോക്കിക്കാണുന്ന അച്ഛനും അമ്മയ്ക്കും അതിൽ പരം വിഷമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവളെ ഒന്ന് ചിരിച്ചു കണ്ടാൽ മതി എന്നേ ഉള്ളൂ. നോയലിൻ്റെയും അലക്ഷ്യയുടെയും ആക്സിഡൻറ്റ് നടന്ന ദിവസം തന്നെ അവരറിഞ്ഞതാണ് ഇരുവരും തമ്മിലുള്ള ബന്ധമെന്തെന്ന്. അതിനെ ഊട്ടി ഉറപ്പിക്കും പോലെയായിരുന്നു അവസാന നിമിഷവും അവളുടെ നാവിൽ നിന്നും ഉതിർന്നു വീണ അവൻ്റെ പേര്. ഇരുവരെയും ഒരേ ഹോസ്പിറ്റലിൽ തന്നെയാണ് കൊണ്ടുവന്നത്. എന്നാൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ നോയൽ തൻ്റെ പ്രിയപ്പെട്ടവളെ തനിച്ചാക്കി പോയിരുന്നു. തങ്ങളുടെ മകൾ സ്നേഹിച്ചവൻ്റെ ജീവനില്ലാത്ത ശരീരം കാണേണ്ടി വന്നവരാണ് ആ അച്ഛനും അമ്മയും. അന്നു മുതൽ ഉള്ളിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയ ഭാരമായിരുന്നു ഇത്. എന്നെങ്കിലും തങ്ങളുടെ മകളോട് ഈ സത്യം തുറന്നു പറയേണ്ടി വരും. പക്ഷേ അതിന് കഴിയുമോ ഇല്ലയോ എന്നതാണ് സംശയം. മുറിയിലെ കിടക്കയിൽ ഇരുട്ടിനെ നോക്കി അലോഷ്യസ് കിടന്നു. എതിർവശം അയാളെ ചേർന്ന് ഭാര്യയും. ആ അമ്മയുടെ ഏങ്ങൽ ചീളുകൾ ആ 4 ചുവരുകൾക്കുള്ളിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്നു. ഹിച്ചായ, നമ്മുടെ കൊച്ച്, എനിക്ക് സഹിക്കുന്നില്ല കണ്ടു നിൽക്കാൻ. എത്ര ദിവസമായൊന്ന് മിണ്ടിയിട്ട്. അവർ കണ്ണീരോടെ അയാളോട് പറഞ്ഞു. അലോഷ്യസ് കേട്ട് കിടന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിലും മകളെക്കുറിച്ചുള്ള ആകുലതയായിരുന്നു. നമുക്ക് കൊച്ചിനോട് പറയണ്ടേ ആ കുട്ടിയുടെ കാര്യം? എന്നായാലും അവൾ അറിയേണ്ടതല്ലേ? അവരടുത്ത ചോദ്യം അയാൾക്ക് നേരെ എറിഞ്ഞു. വേണ്ടടോ, നമ്മളായി ഒന്നും പറയണ്ട. അവൾ തിരിച്ചറിയുമ്പോൾ അറിയട്ടെ. ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുൻപും ഡോക്ടർ പറഞ്ഞതാ ഷോക്ക് ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുതെന്ന്. അയാൾ വ്യക്തമാക്കി. പിന്നീട് ഇരുവരും മിണ്ടിയില്ല. നിശബ്ദമായി മകളെ ഓർത്ത് ആ രാത്രിയും തള്ളി നീക്കി. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. വീടിൻ്റെ മുറ്റത്ത് നോയൽ തനിക്ക് ആദ്യമായി സമ്മാനിച്ച പുസ്തകവുമായി ഇരിക്കുകയാണ് അലക്ഷ്യ. കണ്ണുകൾ ആ പുസ്തകത്താളിലാണെങ്കിലും ശ്രദ്ധ ഇവിടെ ആയിരുന്നില്ല. ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് ഒരാൾ വന്നു നിന്നു. എന്നിട്ടും അവൾ അത് അറിഞ്ഞിട്ടില്ല. അവൾക്ക് മുന്നിൽ നിൽക്കുന്ന ആകാശ് സൂക്ഷ്മതയോടെ അലക്ഷ്യ അളന്നു നോക്കി. ഇതുവരെ താൻ വന്നത് അറിഞ്ഞിട്ടില്ല എന്ന് അവന് മനസ്സിലായതുകൊണ്ട് തന്നെ ആകാശ് അവൾക്കരികിലേക്ക് നടന്നെടുത്തു. ഡീ, അവളുടെ ചുമലിൽ കൈകൾ വെച്ചവൻ പതിയെ വിളിച്ചു. പ്രതീക്ഷിക്കാതെ ഉണ്ടായ നോട്ടമായിരുന്നതുകൊണ്ട് തന്നെ അവൾ ചെറുതായൊന്ന് ഞെട്ടിപ്പോയി. അവൻ പതിയെ ചിരിച്ചു. പക്ഷേ
അലക്ഷ്യയിൽ നിന്നും തിരികെ അവനൊരു പുഞ്ചിരി പോലും കിട്ടിയില്ല. നിനക്കെന്നെ ഓർമ്മയുണ്ടോ? ആകാശ് അവളുടെ ഭാവം കാണെ വീണ്ടും തിരക്കി. ആകാശ്. അലക്ഷ്യ പൊടുന്നനെ അവനെ പുണർന്നു. പറ്റി വരണ്ട കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവനും വിഷമമായി. പിടിച്ചു മാറ്റിയില്ല. അവൾ വിട്ടകലുന്നതുവരെ അതേ നിൽപ്പ് തുടർന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൾ അവനിൽ നിന്നും വിട്ടുമാറി. കൂടെ പണിപ്പെട്ട് വിരിയിച്ചെടുത്ത് ഒരു ചെറു പുഞ്ചിരിയും നൽകി. ആകാശ്, നോയലിനെ കണ്ടോ? അവനിപ്പോൾ എവിടെയാ? എന്തെന്നെ കാണാൻ വരാത്തത്? ഞാൻ തിരികെ എത്തിയത് അറിഞ്ഞിട്ടില്ലേ? അതോ എന്നെ മറന്നോ? അലക്ഷ്യ ഒരേ സമയം തന്നെ ഒത്തിരി ചോദ്യങ്ങൾ അവനോട് ചോദിച്ചു. അവളുടെ ഭാവം കാണെ ഒരു നിമിഷം അവളുടെ സമനില തെറ്റിയോ എന്ന് പോലും ആകാശ് ചിന്തിച്ചു പോയി. ഒപ്പം അവനൊരു വേദനയും ഉടലെടുത്തു. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അത് അവൻ എന്ത് മറുപടി പറയണമെന്ന് പോലും നിശ്ചയമുണ്ടായിരുന്നില്ല. വാക്കുകൾക്കായി അവൻ പരതി. എനിക്കിന്ന് നോയലിനെ കാണണം ആകാശേ. ഇനിയും പറ്റില്ല എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ. നീ എൻ്റെ കൂടെ ഒന്ന് വരുമോ? നമുക്ക് നോയലിൻ്റെ വീട്ടിൽ പോകാം. ആകാശ് നിശബ്ദമായി നിന്നതേ ഉള്ളൂ. എല്ലാം അറിയാൻ സമയമായി. പിന്തിരിപ്പിക്കണ്ട. അറിയട്ടെ. എത്ര നാൾ മറച്ചു വയ്ക്കും? ആകാശ് സമ്മതം അറിയിച്ചു. അലക്ഷ്യയുടെ മുഖം വിടർന്നു. നാളുകൾക്ക് ശേഷം അവനെ കാണാൻ പോകുന്ന സന്തോഷത്തിൽ അലക്ഷ്യ പതിവിലും സുന്ദരിയായി ഒരുങ്ങി. പെട്ടെന്നുള്ള അവളുടെ മാറ്റത്തെ നോക്കി നിൽക്കാനേ ആ 3 പേർക്കും കഴിഞ്ഞുള്ളൂ. അലക്ഷ്യയുടെ അമ്മ കണ്ണുനീരടക്കി. ഇനി എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് ആലോചിച്ച് അവർക്ക് വേദന തോന്നി. ആകാശിനെയും കൂട്ടി അവൾ നോയലിനെ കാണാൻ അവൻ്റെ വീട്ടിലെത്തി. അന്ന് അവനൊപ്പം ഇവിടെ വന്ന ദിവസം ഓർക്കി അവളിൽ ചെറിയ നാണം വിരിഞ്ഞു. തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അലക്ഷ്യ അകത്തേക്ക് കയറി. കൂടെ ആകാശം. അവൻ കണ്ണുകൾ മുറുക്കെ പൂട്ടി നിന്നു. അവളുടെ അവസ്ഥയോർക്കെ അവന് നെഞ്ചു നേറി. അലക്ഷ്യ സന്തോഷത്തോടെ ആ വീടിന് ചുറ്റും കണ്ണുകൾ ഓടിച്ചു. പായിച്ച കണ്ണുകൾ വീണ്ടും തിരികെ ആ ഫോട്ടോയ്ക്ക് മുന്നിൽ തറഞ്ഞു നിന്നു. ഭിത്തിയിൽ പതിപ്പിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ പ്രണയത്തിൻ്റെ മുഖത്തേക്ക് അവൾ കണ്ണു ചിമ്മാതെ നോക്കി നിന്നു. ജീവൻ പോലും നഷ്ടപ്പെട്ടവളെ പോലെ. ഒരു വേള അവൾക്ക് തൻ്റെ കാലുകളുടെ ചലനം നഷ്ടപ്പെട്ടു എന്ന് തോന്നിപ്പോയി. നാവുകൾ വഴങ്ങുന്നില്ല, കണ്ണുകൾ കലങ്ങുന്നില്ല, ശ്വാസം പോലും ഇലങ്ങിയതുപോലെ. ഭാവങ്ങൾ ഏതുമില്ലാതെ നിൽക്കുന്നവളെ ആകാശം നോക്കിപ്പോയി. എന്ത് പറഞ്ഞവളെ സമാധാനപ്പെടുത്തും എന്ന് പോലും അറിയില്ല. അലക്ഷ്യ. പുറകിൽ നിന്നൊരു സ്ത്രീ ശബ്ദം ഉയർന്നു. അവൾ തലചെരിച്ചു നോക്കി. നോയലിൻ്റെ മമ്മി. നിർവികാരമായി അവൾ ആ സ്ത്രീയെ നോക്കി. പൊടുന്നനെ അലക്ഷ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവരുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ അവളുടെ തല താഴ്ന്നു. അവർ അലക്ഷ്യക്കരികിലേക്ക് നടന്നു. നിശബ്ദമായി നിന്ന് അവരുടെ മാറിലേക്ക് അവൾ പൊട്ടിക്കരച്ചിലോടെ ചേർന്നു. എന്തു പറഞ്ഞവളെ ആശ്വസിപ്പിക്കും? വെറുതെ തലോടി. കരയാൻ പോലും തനിക്ക് കഴിയില്ലല്ലോ എന്ന സ്ത്രീ ഓർത്തു. നോയലിന് ഇഷ്ടമല്ല അവൻ്റെ മമ്മിയുടെ കണ്ണുകൾ നിറയുന്നത്. ആ ഒരു ഓർമ്മയിൽ പോലും അവർ കരഞ്ഞില്ല. ദൂരെ എവിടെയോ ഇരുന്നവൻ തന്നെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ തൻ്റെ കണ്ണുകൾ നിറഞ്ഞാൽ അവന് നോവില്ലേ എന്നാണ് അവരുടെ വാദം. അലക്ഷ്യയ്ക്ക് കണ്ണുനീരടക്കാൻ സാധിച്ചില്ല. അവളെ അകറ്റി മാറ്റാൻ അവരും ശ്രമിച്ചില്ല. ഏറെ നേരം അവൾ അങ്ങനെ നിന്നു. പിന്നീട് ആരെയും നോക്കാതെ പുറത്തേക്ക് ധൃതിയിലിറങ്ങി. എല്ലാവരും അതിശയത്തോടെ അവളെ നോക്കി. ആകാശം അവൾക്ക് പുറകെ അവിടെ നിന്നിറങ്ങി. നോയലിൻ്റെ മമ്മി ആ ഫോട്ടോയ്ക്ക് മുന്നിൽ തളർന്നിരുന്നു. അവിടെ നിന്നിറങ്ങിയ അവൾ നേരെ തൻ്റെ വീട്ടിലേക്ക് തന്നെ എത്തി. ഒന്നും മിണ്ടാതെ തൻ്റെ മുറിയിലേക്ക് കയറിയവൾ വാതിൽ കൊട്ടിയടച്ചു. പുറകെ ചെല്ലാൻ നിന്ന് അവളുടെ അമ്മയെയും അപ്പയെയും ആകാശ തടഞ്ഞു. കൂടെ അവളെല്ലാം തിരിച്ചറിഞ്ഞു എന്നും അവൻ അവരോട് പറഞ്ഞു. ചേർത്തടച്ച വാതിലിന് കീഴിൽ അവൾ നിരങ്ങിയിരുന്നു. തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അലറിക്കരഞ്ഞു. പാറി പറന്ന മുടിയിഴകൾ അവൾ 2 കൈകൾ കൊണ്ടും കുരുത്തു വലിച്ചു. സ്വയം തലയ്ക്കടിച്ചു ശപിച്ചു. താൻ കാരണമാണ് അവൻ ഈ ഗതി വന്നതെന്നോർക്കെ സ്വയം ഈ കുറ്റപ്പെടുത്തി. മണിക്കൂറുകൾ നീണ്ടു നിന്നു ആ കരച്ചിൽ. പിന്നീട് അവ നേർത്തു. ഏങ്ങലടികൾ കുറഞ്ഞു. അലക്ഷ്യ നന്നേ തളർന്നു. നിലത്തേക്ക് അവൾ ചെരിഞ്ഞു കിടന്നു, ശൂന്യമായ മനസ്സോടെ. ദിവസങ്ങൾ പിന്നെയും കടന്നു. അവൻ്റെ ഓർമ്മയിൽ ഓരോ ദിവസവും അവൾ കഴിച്ചുകൂട്ടി. അതിനിടയിൽ അവളെ കാണാൻ സച്ചിനും വാണിയും വന്നിരുന്നു. ഇരുവരുടെയും വിവാഹം ഉറപ്പിച്ചു എന്നറിഞ്ഞു.
കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്. അലക്ഷ്യയ്ക്ക് ഒപ്പമിരുന്ന് അവളെ ആശ്വസിപ്പിച്ചു. തുടർന്ന് പഠിക്കാൻ ആവശ്യപ്പെട്ടു. അവന് വേണ്ടിയെങ്കിലും ആഗ്രഹങ്ങൾ പൂർത്തിയാക്കണമെന്ന് ഓർമ്മിപ്പിച്ചു. അലക്ഷ്യ ഒക്കെയും മൂളിക്കേട്ടു. അവർക്ക് കൊടുക്കാൻ തക്കതായ മറുപടിയൊന്നും അവളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നവൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ട്. അവനില്ലായ്മ തിരിച്ചറിയുന്നുണ്ട്. വരും ജന്മങ്ങളിൽ ഒന്നായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്നും അവനെ സ്വപ്നം കാണാറുണ്ട്. അതിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. സച്ചിൻ പറഞ്ഞതുപോലെ അലക്ഷ്യ തീരുമാനമെടുത്തു. തൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായി. അതും അവന് വേണ്ടി മാത്രം. അലക്ഷ്യയെ തേടി ഡെന്നി വീണ്ടും അവളുടെ വീട്ടിലേക്ക് വന്നു. ഉമ്മറത്തു നിന്നും കയറി വരുന്നവനെ കാണാൻ അവൾക്ക് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും തോന്നിയില്ല. പേടിയോ സന്തോഷമോ ഒന്നുമില്ല. എങ്ങനെയുണ്ടാവും? അവളിന്നാ പൊട്ടിപ്പെണ്ണല്ലല്ലോ. എന്തും നേരിടാൻ കരുത്തുള്ള പുതിയ അലക്ഷ്യയല്ലേ. ഡെന്നിയുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അലോഷ്യസിനും ഭാര്യയ്ക്കും മനസ്സിലായിരുന്നു. എങ്കിലും അവളുടെ തീരുമാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവനോട് അലക്ഷ്യയുടെ അഭിപ്രായം അറിയാൻ അവർ പറഞ്ഞു. അലക്ഷ്യയുടെ മുറിയുടെ ജനലോരം ഇരുവരും നിന്നു. അയാളെ കേൾക്കാൻ തയ്യാറായി അവളും. ഒപ്പം തിരികെ നൽകേണ്ട മറുപടിയും പട്ടികയും അവൾ തയ്യാറാക്കിക്കൊണ്ടു നിന്നു. തന്നോട് ഞാൻ മുൻപ് സൂചിപ്പിച്ച കാര്യത്തെക്കുറിച്ച് അറിയാനാണ് വീണ്ടും വന്നിരിക്കുന്നത്. അന്നും താൻ എനിക്കൊരു മറുപടി തന്നിട്ടില്ല. ഇന്നൊരു വർഷം കഴിഞ്ഞു. ഇപ്പോഴെങ്കിലും തൻ്റെ തീരുമാനം ഒന്ന് അറിയണമെന്നുണ്ട്. ഡെന്നി തൻ്റെ സംസാരത്തിന് തുടക്കം കുറിച്ചു. അവൾ നിശബ്ദയായി നിന്നുകൊടുത്തു. താൻ എന്താണ് ലക്ഷ്യമൊന്നും മിണ്ടാത്തത്? തനിക്ക് താല്പര്യമാണോ? അവൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു. ഇല്ല ഡോക്ടറെ, എനിക്ക് താല്പര്യമില്ല. ഇനി ഉണ്ടാവുകയുമില്ല. പറയാതെ തന്നെ ഡോക്ടറിന് അറിയാലോ കാര്യങ്ങൾ. എൻ്റെ നോവലിനെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാനോ അവർക്കൊപ്പം ജീവിക്കാനോ ഈ ജന്മം എനിക്ക് കഴിയില്ല. ഡോക്ടർ ക്ഷമിക്കണം. വിവാഹം എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. അലക്ഷ്യ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അവനോട് തുറന്നു പറഞ്ഞു. ഡെന്നി മറുപടി കൊടുത്തില്ല. കുറച്ചു നേരം അവളെ നോക്കി അവിടെ നിന്നു. ശേഷം അവൾക്കൊരു പുഞ്ചിരി നൽകി അവിടം വിട്ടു. അലക്ഷ്യ ജനൽ വഴി പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു. അവൾക്ക് കൂട്ടായി അവളുടെ നോയലും. നീണ്ട 5 വർഷങ്ങൾ പിന്നെയും കടന്നു. എല്ലാവരിലും മാറ്റങ്ങൾ ഏറെയായി, അകമയായാലും പുറമേ ആയാലും. പക്ഷേ അലക്ഷ്യയ്ക്ക് മാറാൻ കഴിഞ്ഞില്ല. അവൾ ഇന്നും നോവലിനെ സ്നേഹിച്ച് അവൻ്റെ ഓർമ്മയിൽ ജീവിക്കുന്നു. 4 വർഷങ്ങൾക്ക് മുൻപ് സച്ചിൻ്റെയും വാണിയുടെയും വിവാഹം കഴിഞ്ഞു. അവർക്കൊരു കുഞ്ഞു പിറന്നു, ഒരാൺകുട്ടി. ജീവനെ പോലെ സ്നേഹിച്ച കൂട്ടുകാരൻ്റെ ഓർമ്മയ്ക്ക് സച്ചിൻ ആ കുഞ്ഞിനെ നോയൽ എന്ന് പേര് ചൊല്ലി വിളിച്ചു. ഡെന്നിയും ഇപ്പോൾ ഭാര്യയുമായി സുഖമായി ജീവിക്കുന്നു. ആകാശം. പക്ഷേ എല്ലാവരും ഇടയ്ക്കിടെ അലക്ഷ്യയെ തേടി വരും. അവളോടുള്ള ബന്ധം പുലർത്തും. അവളും ഇപ്പോൾ ഓക്കെയാണ്. കുറച്ചുനാൾ മുൻപ് തനിയെ ഒരു യാത്ര പോയിരുന്നു, മനസ്സിനെ സ്വസ്ഥമാക്കാൻ. പിന്നീട് അവിടെ നിന്നും കരുത്താർജിച്ചു മടങ്ങി വന്നു. ഇപ്പോൾ ഇടയ്ക്കിടെ നോവലിൻ്റെ പേരൻസിനെ പോയി കാണാറുണ്ട്. കുറച്ചു നേരം അവർക്കൊപ്പം ചിലവഴിക്കാറുണ്ട്. മകൻ്റെ വേർപാട് പൂർണ്ണമായും സഹിക്കാൻ കഴിയുന്നില്ല എങ്കിലും ഒരുപാട് മാറ്റമുണ്ടെന്ന്. അലക്ഷ്യ അവളുടെ പഠനം പൂർത്തിയാക്കി. ഇന്നവൾ ക്രൈസ്റ്റ് നഗർ കോളേജിലെ ഇംഗ്ലീഷ് ലെക്ചറാണ്. ആഗ്രഹങ്ങൾ നേടിയെടുത്തവൾ സന്തോഷവതിയാണെങ്കിലും നോവൽ എന്ന വിടവ് വലുതു തന്നെയായിരുന്നു. അന്നൊരു ദിവസം കോളേജ് ലൈബ്രറിയിൽ ഒരു ബുക്ക് എടുക്കാൻ പോയപ്പോഴാണ് അവളുടെ കണ്ണുകൾ ആ റാക്കിനടുത്തേക്ക് നീങ്ങിയത്. ഒരാൺകുട്ടിയും പെൺകുട്ടിയും അവിടെ നിൽപ്പുണ്ട്. ആ ആൺകുട്ടിയെ ഇതിനു മുൻപ് ഒരുപാട് വട്ടം അവൾ കണ്ടിട്ടുമുണ്ട്. അവനിൽ പലപ്പോഴും തൻ്റെ നോവലുള്ളതായിട്ട് തോന്നിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അലക്ഷ്യ എന്താണെന്നറിയാൻ വീണ്ടും അവിടേക്ക് തന്നെ നോട്ടം കൊടുത്തു. ഡു യു ലവ് മീ? ആ പെൺകുട്ടി ആ ചെക്കനോട് ചോദിച്ചു. ആ ചോദ്യം അലക്ഷ്യയുടെ കാതുകളിൽ പതിഞ്ഞു. അവളുടെ ഓർമ്മകൾ ഒന്നാകെ 7 വർഷങ്ങളോളം പുറകിലേക്ക് പാഞ്ഞു. നീ എൻ്റെയാ, ഈ നോവലിൻ്റെ. ഇനി ഇതുപോലെ ചേർന്ന് അവൻ്റെ കൂടെ കാണരുത്. എന്നോടല്ലാതെ മറ്റാരോടും അധികം സംസാരിക്കരുത്, കേട്ടോടി? ഡു യു ലവ് മീ? പണ്ട് ഞാൻ ഇതുപോലെയല്ലേ നോവലിനോട് ചോദിച്ചത്? അലക്ഷ്യയുടെ കണ്ണുകൾ ആ ഒരു ഓർമ്മയിൽ നിറഞ്ഞു. ഉടുത്തിരുന്ന കോട്ടൺ സാരിയുടെ തുമ്പുകൊണ്ട് വാമറച്ചവൾ പുറത്തേക്ക് ഓടിയിറങ്ങി ആ ചുമരിൽ ചാരി നിന്ന് കരഞ്ഞു തീർത്തു. ഏങ്ങലടികൾ നിലച്ചു. അതുവരെ ഇല്ലാതിരുന്നൊരു കാറ്റ് അപ്പോൾ അവളെ തേടിയെത്തി. അലക്ഷ്യ തല ചരിച്ചു നോക്കി. കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല. അവളെ നോക്കി കൈമാറിൽ പിണച്ചുകെട്ടി തൻ്റെ നോവൽ നിൽക്കുന്നു. അപ്പോഴും അവൻ്റെ ചുണ്ടിൽ അതേ കള്ളച്ചിരി സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു.
അവൻ കണ്ണെടുക്കാതെ അവളെ നോക്കി. അലക്ഷ്യയും. നോയൽ ഒന്നുമില്ല എന്ന പോലെ ഇരു കണ്ണുകളും ചിമ്മിക്കാട്ടി വീണ്ടും ചിരിച്ചു. അത് കാണെ അലക്ഷ്യയും അവനൊപ്പം ആ ചിരിയിൽ പങ്കുചേർന്നു.